സ്ലെഡ്ജിങ്ങിന്റെ തലതൊട്ടപ്പന്മാരാണ് ബാഗി ഗ്രീൻസ് എന്ന് പറയുന്ന ഈ ഓസ്ട്രേലിയക്കാർ. അവർ വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള കളികളിലെ സ്ലെഡ്ജിങ്, പിന്നെ നമ്മുടെ ഇന്ത്യ ആയിട്ടുള്ള മത്സരങ്ങളിലെ മങ്കി ഗേറ്റ് ഇൻസിഡന്റ് ഒന്നും ആർക്കും മറക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് സ്ലെഡ്ജിങ്ങിന്റെ കാര്യത്തിൽ എന്നും ഓസീസിന് ഒരു മേൽക്കൈ ഉള്ളതായിട്ട് നമുക്കറിയാം. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇന്ത്യൻ താരങ്ങളുടെ അഗ്രസീവ്നെസ് സ്ലെഡ്ജിങ്ങിനെ വേറെ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇപ്പം ബോർഡർ ഗവാസ്കർ സീരീസിന്റെ ആദ്യ ടെസ്റ്റിൽ ജയ്സ്വാൾ ആയിരുന്നു ഹീറോ ആയിട്ട് നിന്നത് എന്ന് പറയേണ്ടി വരും. കാരണം ഈ സ്റ്റാർക്കിന്റെ പന്തിനെ ഇറ്റ്സ് കമ്മിങ് ടു സ്ലോ എന്ന് പറഞ്ഞ് ജയ്സ്വാൾ പുച്ഛിച്ചു വിട്ടത് ഒരു വിഭാഗം ആരാധകരെ മാസമായിട്ട് എടുത്ത് ആഘോഷിച്ചു. ചില ആളുകൾ പറയുന്നത് സ്റ്റാർക്കിനെ പോലെ ഒരു വേൾഡ് ക്ലാസ് പ്ലെയറിനെ ജയ്സ്വാൾ സ്ലെഡ്ജ് ചെയ്യുന്നത് അത്ര ശരിയായ നടപടിയല്ല. രണ്ടാമത്തെ ടെസ്റ്റിൽ ഫസ്റ്റ് ബോളിൽ തന്നെ സ്റ്റാർക്ക് ജയ്സ്വാളിനെ ഗോൾഡൻ ഡക്ക് ആക്കിയത് കൂടിയിട്ട് വേറൊരു ലെവലിലേക്ക് സംഭവം എലവേറ്റ് ചെയ്യപ്പെട്ടു പോയി. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി അവിടെ സ്ലെഡ്ജിങ്ങിന് തുടക്കം കുറിച്ചത് ജയ്സ്വാൾ ആണില്ല. കാരണം ഹർഷിത് റാണയെ സ്റ്റാർക്കാണ് ആദ്യം കളിയാക്കി തുടങ്ങിയത്. നിന്റെ ബോളിന് വേഗത പോരാന്ന് പറഞ്ഞപ്പം സ്വന്തം ടീമിലുള്ള ഒരാളെ സ്റ്റാർക്ക് കളിയാക്കുമ്പം അത് ഏറ്റുപിടിച്ചുകൊണ്ടാണ് ജയ്സ്വാൾ ആ സാധനം ചെയ്തത്. 20 വയസ്സ് ചെറുക്കനായിട്ടുള്ള ചെറുക്കൻ ഇനിയും പൂശും, അത് വേറെ കാര്യം. ഈ ഒരു ഇൻസിഡന്റിൽ നമുക്ക് ജയ്സ്വാളിനെ സപ്പോർട്ട് ചെയ്യണം. കാരണം റാണയെ സ്റ്റാർക്ക് ചൊറിഞ്ഞതിന്റെ പകരമായിട്ടാണ് സ്റ്റാർക്കിനെ ജയ്സ്വാൾ ചൊറിഞ്ഞത്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ ചൊറിഞ്ഞതിന് ശേഷം സ്റ്റാർക്ക് തിരിച്ചൊന്നും പറയാൻ പോയില്ല. സ്റ്റാർക്ക് അവിടെ ചിരിച്ചുകൊണ്ട് നിന്നതാണ്. കാരണം സ്റ്റാർക്കിന് അറിയാം പിങ്ക് ബോൾ വരുമ്പം തൂക്കാൻ പറ്റും, ഫ്രഷ് പിച്ചിൽ തൂക്കാൻ പറ്റും എന്നുള്ള ഉറപ്പിലാണ് സ്റ്റാർക്ക് അവിടെ ചിരിച്ചുകൊണ്ട് നിന്നത്. സ്റ്റാർക്കിന്റെ ആ ചിരിക്കൊരു 100 അർത്ഥങ്ങളും ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. പിന്നെ രണ്ടാമത്തെ ഇൻസിഡന്റ് കാര്യം പറയുവാണെങ്കിൽ നമ്മുടെ സിറാജിക്കയുടെയും ട്രാവൽസ് ഹെഡിന്റെയും കാര്യത്തിലാണ്. ഇപ്പം ട്രാവൽസ് ഹെഡിന് പകരം വേറെ ഏതെങ്കിലും പ്ലേയേഴ്സുമായിട്ടാണ് ഇത്തരത്തിലൊരു മൊമെന്റ് വന്നതെങ്കിൽ നമ്മളെല്ലാവരും സിറാജിനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ആക്ച്വലി ഞാനും സിറാജിനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്തത്. പക്ഷേ പിന്നീട് സ്റ്റാർ സ്പോർട്സ് അതിന്റെ വീഡിയോ പുറത്തേക്ക് വിട്ടപ്പം കാര്യങ്ങൾ ഏകദേശം വ്യക്തമായി. സിറാജ് കാണിച്ചത് അഗ്രസീവ് മൂഡിലാണ്. അതിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യും. പക്ഷെ വന്നിട്ട് കള്ളം പറയേണ്ട കാര്യം ഇല്ലായിരുന്നു. കാരണം ട്രാവൽസ് ഹെഡ് പറഞ്ഞത് വെൽ ബോൾഡ്, നന്നായിട്ട് സിറാജ് ബോൾ എറിഞ്ഞു പറഞ്ഞത്. പക്ഷേ സിറാജ് പറഞ്ഞത് ഹെഡ് മോശമായിട്ട് സംസാരിച്ചുകൊണ്ടാണ് താൻ അങ്ങനെ റിയാക്ട് ചെയ്തതെന്നാണ്. പക്ഷേ TV റിപ്ലൈകളിൽ നിന്നും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഇന്ത്യയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നുള്ള കമന്റേറ്റേഴ്സും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ട്രാവൽസ് ഹെഡ് പറഞ്ഞത് നന്നായിട്ട് സിറാജ് ബോൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞതാണ്. സിറാജാണ് മോശം വാക്കുകൾ യൂസ് ചെയ്തതെന്നാണ്. എന്നിട്ട് സിറാജ് മോശം വാക്കുകൾ യൂസ് ചെയ്തതിനെ നമ്മൾ കുറ്റമൊന്നും പറയുന്നില്ല. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ബൗണ്ടറി പോയി കഴിഞ്ഞിട്ട് വിക്കറ്റ് കിട്ടുമ്പോൾ സ്പോട്ടിൽ നമ്മളായാലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയെന്നിരിക്കും. പക്ഷേ പിന്നീട് രാവ്സെറ്റിനെ കുറിച്ച് പിറ്റേന്ന് PC കള്ളം പറയേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. ഏതായാലും അത് പൊളിച്ചു കളഞ്ഞു. പക്ഷേ കാലത്തിന്റെ കാവ്യനിധി പോലെ സിറാജിന്റെ ക്യാച്ച് ഹെഡിന്റെ കയ്യിൽ തന്നെ വന്നു. ഹെഡ് സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പം പിന്നെ ഈ ഒരു ടൂർണമെന്റിന്റെ മത്സരത്തിനെ കുറിച്ച് എന്താ പറയണ്ടേ? അവിടെ ഓസീസ് ബോളർമാർ നല്ല രീതിയിൽ തന്നെ മത്സരം അവരുടെ സ്വന്തമാക്കി മാറ്റി. പിന്നീട് റെഡ്ഡി അത്യാവശ്യം ഒരു പ്രോമിസിങ് ടാലന്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ സംസാരിക്കാം.